വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 6-ലെ MCQ സെഷനാണ്. അപ്പം 100ലധികം ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഈ സെഷനിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒപ്പം തന്നെ ആൻസർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചീഫ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് അലൂമിനിയം ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഓപ്ഷൻ എ സോഫ്റ്റ്, ഓപ്ഷൻ ബി ബ്രിട്ടിൽ, ഓപ്ഷൻ സി സ്ട്രോങ്, ഓപ്ഷൻ ഡി ടഫ്. എൻ്റെ ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ എ സോഫ്റ്റ് ആണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൺമെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ. ഓപ്ഷൻ എ ടിൻ ആൻഡ് സിങ്ക്, ഓപ്ഷൻ ബി ലെഡ് ആൻഡ് സിങ്ക്, ഓപ്ഷൻ സി സിങ്ക് ആൻഡ് നിക്കൽ, ഓപ്ഷൻ ഡി ലെഡ് ആൻഡ് നിക്കൽ. ഇപ്പം ഗൺമെറ്റൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോപ്പർ പ്ലസ് ടിൻ പ്ലസ് സിങ്ക് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറലി ബിയറിംഗ് ബുഷസ് ആർ മെയ്ഡ് ഓഫ്. അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് പോവാം, ഗൺമെറ്റൽ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 4, ചീഫ് അലോയിങ് എലമെന്റ്സ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അലോയിങ് എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഓപ്ഷൻ എ ക്രോമിയോ ആൻഡ് നിക്കൽ, ഓപ്ഷൻ ബി ക്രോമിയോ ആൻഡ് ടങ്സ്റ്റൺ, ഓപ്ഷൻ സി നിക്കൽ ആൻഡ് വനേഡിയം, ഓപ്ഷൻ ഡി നിക്കൽ ആൻഡ് ടങ്സ്റ്റൺ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അലോയിങ് എലമെന്റ്സ് എന്ന് പറയുന്നത് ക്രോമിയോവും നിക്കലും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലമെന്റ്സ് ഓഫ് ലാമ്പ് ബൾബ്സ് ആർ മെയ്ഡ് ഓഫ്. നമുക്ക് കുഞ്ഞു ക്ലാസ്സിൽ മുതലേ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ലാമ്പ് ബൾബ്സിന്റെ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്ഷൻ സി ടങ്സ്റ്റൺ കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലോയ്സ് ഡുറാലുമിൻ ആൻഡ് ഹിൻഡാലിയം കണ്ടെയ്ൻസ് 95% ഓഫ്. ആ പേരിൽ തന്നെ ഉണ്ട് അലുമിൻ, ആലിയം. ഓക്കെ, അലൂമിനിയം ആണ് ഡുറാലുമിൻ്റെയും ഹിൻഡാലിയത്തിൻ്റെയും മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുൻസ് മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ്. കോപ്പർ ആൻഡ് സിങ്ക്, കോപ്പർ ആൻഡ് ടിൻ, കോപ്പർ ആൻഡ് അലൂമിനിയം, കോപ്പർ ആൻഡ് നിക്കൽ. ഓക്കെ, മുൻസ് മെറ്റലിന് പറയുന്ന മറ്റൊരു പേര് യെല്ലോ ബ്രാസ് ആണ്. ഓക്കെ, അപ്പോൾ യെല്ലോ ബ്രാസ് എന്ന് പറയുന്നത് ബ്രാസിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ആണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോണൽ മെറ്റൽ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അലൂമിനിയം, നിക്കൽ ആൻഡ് കോപ്പർ, നിക്കൽ ആൻഡ് ക്രോമിയം, നിക്കൽ ആൻഡ് സിങ്ക്. മോണൽ മെറ്റൽ എന്ന് പറയുന്നത് നിക്കലിന്റെ അലോയ് ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിക്കൽ ആൻഡ് കോപ്പർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് അബൌട്ട് ടിൻ ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ tin can withstand high temperature, tin is the main constituent of most solders, tin is very good conductor of electricity, tin is corrosion resistant metal. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സോൾഡറിന്റെ കേസ് ആയിരിക്കും, മോസ്റ്റ് ഓഫ് ദ സോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ടിന്ന് മാത്രമല്ല അല്ലാതെയുള്ള സോൾഡേഴ്സും ഉണ്ട്, സോഫ്റ്റ് സോൾഡറും ഹാർഡ് സോൾഡറും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ടിൻ എന്ന് പറയുന്നത് കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാസ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് മെഷീൻ ബെഡ് ബിക്കോസ്. ഇപ്പം കാസ്റ്റ് അയണിന്റെ കേസ് നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ റെസിസ്റ്റ് മോർ കംപ്രസീവ് സ്ട്രെസ്, ഇറ്റ് ഈസ് ഹെവി ഇൻ വെയിറ്റ്, ഇറ്റ് ഈസ് എ ചീപ്പർ മെറ്റൽ, ഇറ്റ് ഈസ് എ ബ്രിറ്റിൽ മെറ്റൽ. ബ്രിറ്റിലാണെന്നറിയാം. അതുപോലെ ഇതിന് കംപ്രസീവ് സ്ട്രെസ് കൂടുതലായിരിക്കും. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് മോർ കംപ്രസീവ് സ്ട്രെസ്. അതുകൊണ്ടാണ് മെഷീൻ ബെഡ്സ് ഒക്കെ കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്രാസിന്റെ കോപ്പർ ആൻഡ് സിങ്ക്. ഓക്കെ, സീബ്ര എന്ന് ഓർത്ത് വെച്ചാൽ മതി, അതിൽ സിങ്ക് വരുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലൂമിനിയം ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം ഇസ് നോട്ട് യൂസ്ഡ് ഫോർ എഞ്ചിനീയറിംഗ് വർക്ക് ബിക്കോസ്. അലൂമിനിയം അതിന്റെ പ്യുവർ ഫോമിൽ നമ്മൾ എഞ്ചിനീയറിംഗ് വർക്കിന് യൂസ് ചെയ്യത്തില്ല. കാരണം ബ്രിട്ടിൽ ആയതുകൊണ്ടാണോ, വെരി ലൈറ്റ് ആയതുകൊണ്ടാണോ, ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആയതുകൊണ്ടാണോ, ഇറ്റ് ലാക്ക് സ്ട്രെങ്ത് ആയതുകൊണ്ടാണോ? ലൈറ്റർ ആണ്, പക്ഷേ ആൻസർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് വർക്കിന് യൂസ് ചെയ്യാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത്, പ്യുവർ ഫോമിൽ യൂസ് ചെയ്യാത്തതിനുള്ള കാരണം ഇറ്റ് ലാക്ക് സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും അലൂമിനിയം എഞ്ചിനീയറിംഗ് വർക്കിന് യൂസ് ചെയ്യുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ലൈറ്റസ്റ്റ് മെറ്റൽ. ഈ കൊടുത്തിരിക്കുന്നതിൽ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്നുള്ളതാണ്. ലെഡ് ആണോ, ടിൻ ആണോ, അലൂമിനിയം ആണോ, കോപ്പർ ആണോ? ഇതിന്റെ ആൻസറും അലൂമിനിയം ആണ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.7 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റ് മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ്. വൈറ്റ് മെറ്റൽ എന്ന് പറയുന്നത് എന്തിന്റെ അലോയ് ആണ്? കോപ്പറിന്റെയും ടിന്നിന്റെ ആണോ, കോപ്പർ സിങ്ക് ആൻഡ് ടിൻ ആണോ, കോപ്പർ ലെഡ് ടിൻ ആൻഡ് ആന്റിമണി ആണോ, കോപ്പർ സിങ്ക് ടിൻ ആൻഡ് ആന്റിമണി ആണോ? ഓക്കെ, നമ്മൾ ബാബിറ്റ് മെറ്റൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ബാബിറ്റ് മെറ്റലിനെ തന്നെയാണ് നമ്മൾ വൈറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കോപ്പർ ലെഡ് ടിൻ ആൻഡ് ആന്റിമണി ആണ്. ഓക്കെ, അതിനൊരു കോഡ് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആന്റി ലെഡ് ടിന്നിൽ കൊണ്ടുവന്ന് കൊതിപ്പിച്ചു എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇത്
ലെഡിൻ്റെയോ ടിന്നിൻ്റെയോ അലോയ് ആണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകും. കാരണം ടിൻ ബേസ്ഡ് അലോയും ഉണ്ട്, ലെഡ് ബേസ്ഡ് വൈറ്റ് മെറ്റലും ഉണ്ട്. അപ്പം അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാൽവനൈസ്ഡ് അയൺ ഈസ് കോട്ടഡ് വിത്ത്. ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത് അറിയാം, GI ഗാൽവനൈസ്ഡ് അയൺ. അതെന്ന് പറയുന്ന ഓപ്ഷൻ ബി സിങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ കണ്ടന്റ് ഇൻ കോൾഡ് ചിസൽ ഈസ്. ഇത് കുറേ തവണ PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാർബൺ കണ്ടന്റ് ഇൻ കോൾഡ് ചിസൽ 0.6 to 0.7 ആണോ, 0.85 to 0.95 ആണോ, 95 ആണോ, 1 to 1.2 ആണോ, 1.2 to 1.4 ആണോ? ആൻസർ എന്ന് പറയുന്നത് 1 to 1.2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈറബിൾ ഹാർഡ്നെസ് ഇൻ എ ഫയൽ ഇസ് ജനറലി. അപ്പോൾ ഈ ഹാർഡ്നെസ്സിൻ്റെ കേസിൽ നമ്മൾ ഫയലിൻ്റെ കാര്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസൈറബിൾ ഹാർഡ്നെസ് ഇൻ എ ഫയൽ ഇസ്, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 60 HRC ആണ്. ഓക്കെ. ബ്രോൺസ് ഇസ് ആൻ അലോയ് ഓഫ്. ഓക്കെ, ബ്രോൺസ് എന്ന് പറയുന്നത് വെങ്കല മെഡൽ നമുക്ക് കിട്ടിയിട്ട് അത് ടിന്നിലിട്ട് വെച്ചെന്ന് പറഞ്ഞായിരുന്നു. കോപ്പറിൻ്റെ അലോയ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതായത് കോപ്പറും ടിന്നുമാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റൽ ക്യാൻ ബി റോൾഡ് ഇൻ ടു ഷീറ്റ്. ഇപ്പോൾ ഷീറ്റായിട്ട് റോൾ ചെയ്യാൻ പറ്റുന്ന ആ മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാലിബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രെയിൻ ഹുക്സ് ആർ മെയ്ഡ് ഓഫ്. ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും PSC ക്വസ്റ്റ്യനിൽ കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രെയിൻ ഹുക്സ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റോട്ടൈൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് കൊറോഷൻ റെസിസ്റ്റൻറ്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ കൂട്ടത്തിൽ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി മെറ്റൽസിൽ കാണിക്കുന്നത് ടിന്നാണ് കൂടുതൽ. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അലോയ്സ് ക്യാൻ റെസിസ്റ്റ് സാൾട്ട് വാട്ടർ കൊറോഷൻ. സാൾട്ട് വാട്ടർ കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുന്നത് ബ്രാസ് ആണോ, ഗൺമെറ്റൽ ആണോ, സിങ്ക് അലോയ് ആണോ, നിക്കൽ ക്രോം അലോയ് ആണോ? അതെന്ന് പറയുന്നത് സിങ്ക് അലോയ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ. അപ്പം ഓപ്ഷൻ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. കൊറോസിനസ്, കണ്ടക്ടിവിറ്റി, ഹാർഡ്നെസ്, ഇലാസ്റ്റിസിറ്റി. ഇത് രണ്ടും മെക്കാനിക്കലാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിസിക്കലാണ്. കൊറോസിനസ് ആണ് ഇവിടുത്തെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫർ റെസിസ്റ്റൻറ്റ് ടു അബ്രേഷൻ. അബ്രേഷൻ റെസിസ്റ്റൻറ്റ്. ഓക്കെ, ആ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബ്രേഷൻ, ഇൻഡൻറ്റേഷൻ. ഓപ്ഷൻ A ഹാർഡ്നെസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് പ്രോപ്പർട്ടീസ് എനേബിൾസ് ദ മാനുഫാക്ചർ ഓഫ് ചെയിൻ ലിങ്ക്സ് ഫ്രം റോട്ടൈൻ. റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. റോട്ടൈൻ വെച്ച് ചെയിൻ ലിങ്ക്സ് നിർമ്മിക്കാനായിട്ട് ഏത് പ്രോപ്പർട്ടിയാണ് അതിൽ ഡിസൈറബിൾ ആയിട്ടുള്ളതെന്നുള്ളത്. റോട്ടൈൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ. റോട്ടൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാർബൺ കണ്ടന്റ് ഇല്ല. ഓക്കെ, വളരെ കുറവ്, 99.9% അയണായിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഹാർഡ്നെസ് എന്ന് പറയുന്ന ടൈമുള്ള എല്ലാ ഓപ്ഷനും ക്യാൻസൽ ചെയ്ത് കളയുക. ഹാർഡ്നെസ്. ബാക്കി വരുന്നത് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ടഫ്നെസ്. അപ്പോൾ ഈ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ടഫ്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഓഫ് കാർബൺ കണ്ടന്റ് ഇൻ സ്റ്റീൽ ഇസ് റിസൾട്ടിങ്. അപ്പോൾ സ്റ്റീലിൽ കാർബൺ കണ്ടന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാർഡ്നെസ് കൂടും, മാലിയബിലിറ്റി കൂടും, ഡക്റ്റിലിറ്റി കൂടും, സ്ട്രെങ്ത് കൂടും. കാർബൺ കണ്ടന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്നെസ് ആണ് കൂടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കപ്പാസിറ്റി ഓഫ് എ മെറ്റൽ ടു വിത്ത്സ്റ്റാൻഡ് ഡിസ്ട്രക്ഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ്. അപ്പോൾ ഇതൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. കപ്പാസിറ്റി ഓഫ് എ മെറ്റൽ ടു വിത്ത്സ്റ്റാൻഡ് ഡിസ്ട്രക്ഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ലോഡ്. സ്റ്റിഫ്നെസ് ആണോ, സ്ട്രെങ്ത് ആണോ, ടഫ്നെസ് ആണോ, ഡക്റ്റിലിറ്റി ആണോ? ഇപ്പോൾ ഈ മൂന്നെണ്ണത്തിലായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്. ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡിസ്ട്രക്ഷനെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സ്റ്റേണൽ ലോഡ് വരാൻ നേരത്ത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. ഇലാസ്റ്റിക് ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി ആണോ, സ്ട്രെങ്ത് ആണോ? സ്ട്രെങ്ത് അല്ലെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ടഫ്നെസ് ആണോ, സ്റ്റിഫ്നെസ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യുക. ഇതാണ് കീവേഡ്. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, റെസിസ്റ്റൻസ്, സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ among the following properties of metal is the power of return to its original shape after deformation when the load is removed. ആ ലോഡ് റിമൂവ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാനുള്ള ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേര് ഇലാസ്റ്റിസിറ്റി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റൽ ഹാസ് ദ എബിലിറ്റി ടു ചേഞ്ച് ഇറ്റ് ഷേപ്പ് വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ആ ഷേപ്പ് ചേഞ്ച് ചെയ്യുക വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ, അതായത് ബ്രോക്കൺ ആകാതെ, ബ്രിട്ടിൽ ആകാതെ അതിൻ്റെ ഷേപ്പ്
ചേഞ്ച് ചെയ്യുക എക്സ്റ്റേണൽ ലോഡിന്റെ ഇൻഫ്ലുവൻസിൽ. അതിന് പറയുന്ന പേര് പ്ലാസ്റ്റിസിറ്റി എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റൽ ഇസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് റെസിസ്റ്റൻസ് ഇസ് ഓഫേർഡ് ടു ഫ്രാക്ചർ ബൈ റിപ്പീറ്റഡ് ബെൻഡിങ് ഓർ ട്വിസ്റ്റിംഗ്? അപ്പോൾ റിപ്പീറ്റഡ് ബെൻഡിങ് ഓർ ട്വിസ്റ്റിംഗ് നോട്ട് കീവേഡ് നമ്മൾ നോട്ട് ചെയ്യുക. റെസിസ്റ്റൻസ് ഈസ് ഓഫേർഡ് ടു ഫ്രാക്ചർ ബൈ റിപ്പീറ്റഡ് ബെൻഡിങ് ഓർ ട്വിസ്റ്റിംഗ്. ഫ്രാക്ചർ ആവാതിരിക്കാനായിട്ട് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു. അതിന് പറയുന്ന പേര് ടഫ്നെസ് എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് മോസ്റ്റ് എസെൻഷ്യൽ ഫോർ മെറ്റൽസ് ഇൻ ദ പ്രോസസ് ഓഫ് കാസ്റ്റിംഗ്, വെൽഡിംഗ്, ബ്രേസിംഗ് ആൻഡ് സോൾഡറിംഗ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാസ്റ്റിംഗ്, വെൽഡിംഗ്, ബ്രേസിംഗ്, സോൾഡറിംഗ് ഇതിലൊക്കെ വേണ്ട ആ മെറ്റലിൻ്റെ ഒരു പ്രോപ്പർട്ടി, അതായത് പെട്ടെന്ന് മെൽറ്റ് ആകണം. അതിന് പറയുന്ന പേര് ഫ്യൂസിബിലിറ്റി എന്നാണ്. ഓക്കെ. അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റൽ പ്രോസസ് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി? അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, ഫ്യൂസിബിലിറ്റി ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടി, ബാക്കിയെല്ലാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ. റസ്റ്റ് ഈസ് ഫോംഡ് ഫ്രം അയൺ ആൻഡ് വിച്ച് അതർ എലമെന്റ്? റസ്റ്റ് ഫോം ചെയ്യുന്നത് അയണും വേറൊരു എലമെന്റും കൂടെ ചേരുമ്പോഴാണ്. ഹൈഡ്രജൻ ആണോ, നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ, സൾഫർ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? ലിക്വിഡ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റൽ റൂം ടെമ്പറേച്ചറിൽ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, മെർക്കുറിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ എ പ്യുവർ സ്റ്റേറ്റ് ഇൻ നേച്ചർ? പ്യുവർ സ്റ്റേറ്റിൽ നേച്ചറിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? ലിഥിയം ആണോ, അയൺ ആണോ, ഗോൾഡ് ആണോ, അലൂമിനിയം ആണോ? ഇതൊക്കെ നമ്മൾ ഓറിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. ഓക്കെ. ഗോൾഡ് ആണ് എൻ്റെ ആൻസർ. ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം ബ്രോൺസ് ഇസ് ആൻ അലോയ് ഓഫ് വിച്ച് മെറ്റൽസ്? ബ്രോൺസ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആണ്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ആണ്. എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു ബി ഡ്രോൺ ഇൻ ടു വയർ ഇസ് എ മെഷർ ഓഫ് ഇറ്റ്സ്. ഇപ്പോൾ വയറായിട്ട് ഡ്രോൺ ചെയ്തെടുക്കാനുള്ള അതിൻ്റെ എബിലിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓക്കെ. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. മോസ്റ്റ് മെറ്റൽസ് ഹാവ്, എല്ലാ മെറ്റൽസും ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആണോ, ലോ ഇലക്ട്രോനെഗറ്റീവ് ആണോ, സ്മോൾ അറ്റോമിക് റേഡിയം ആണോ, ഹൈ അയണൈസേഷൻ എനർജി ആണോ? ആൻസർ എന്ന് പറയുന്നത് ലോ ഇലക്ട്രോനെഗറ്റിവിറ്റീസ്. ഓക്കെ. മെറ്റലിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ. ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. വിച്ച് മെറ്റൽ വിച്ച് ബേൺ ഓൺ എക്സ്പോഷർ ടു എയർ ആർ ബെസ്റ്റ് സ്റ്റോർ? ഇപ്പം എയറിൽ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പോഷർ സംഭവിക്കുന്ന, ബേൺ ചെയ്യാനുള്ള ചാൻസ് ഉള്ള ആ മെറ്റൽസിനെ നമ്മൾ കെറോസനിലായിരിക്കും, അല്ല മണ്ണെണ്ണയിലായിരിക്കും കെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഗാൽവനൈസ്ഡ് മെറ്റൽസ് ഹാവ് ബീൻ കവേർഡ് വിത്ത് എ തിൻ ഷീറ്റ് ഓഫ്. ഗാൽവനൈസ്ഡ് മെറ്റൽസ് ഹാവ് ബീൻ കവേർഡ് വിത്ത് എ തിൻ ഷീറ്റ് ഓഫ്. ഗാൽവനൈസ്ഡ് അയൻ്റെ കാര്യം ഓർത്താൽ മതി. ഏതാണ്? സിങ്ക് ആണ് ഓപ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് മോസ്റ്റ് അബണ്ടന്റ് ഇൻ എർത്ത് ക്രസ്റ്റ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എർത്ത് ക്രസ്റ്റിൽ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് അലൂമിനിയം ആണ്, അയൺ അല്ല. അയൺ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ കാണും, അത് പോയി കുത്തരുത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പർപ്പസ് ഓഫ് നോർമലൈസിങ് സ്റ്റീൽ ഇസ്. അപ്പോൾ നോർമലൈസിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പർപ്പസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. റിമൂവ് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സസ്, ഇംപ്രൂവ് മെഷീനബിലിറ്റി, സോഫ്റ്റൻ ദ സ്റ്റീൽ, ഇൻക്രീസ് ദ ടഫ്നെസ് ആൻഡ് റെഡ്യൂസ് ബ്രിട്ടിൽനെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, റിമൂവ് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സസ് ആണ്. ഇത് രണ്ടും അനിലിങ്ങിൻ്റെ ഇതിലാണ് വരുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെമ്പറിങ് ആണ്. ഓക്കെ. അപ്പോൾ ഓരോ പ്രോസസ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണുക. ഓക്കെ. എ കാർബൺ സ്റ്റീൽ പീസ് ഈസ് ഹീറ്റഡ് ജസ്റ്റ് അബവ് 730 degrees Celsius, maintained at the temperature for a few hours and then slowly cooled. ഓക്കെ. അപ്പം സോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, then slowly cooled, കൊഞ്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ക്യാരിഡ് ഔട്ട്? നോർമലൈസിംഗ് ആണോ, കേസ് ഹാർഡനിങ് ആണോ, ഹാർഡനിങ് ആണോ, ആനിലിംഗ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ആനിലിംഗ് ആണ്. എ ഗിവൺ കമ്പോണൻറ്റ് ക്രാക്ഡ് ആഫ്റ്റർ ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഹീറ്റ് ട്രീറ്റ്മെന്റിന് ശേഷം ആ കമ്പോണൻറ്റ് ക്രാക്കായി. വാട്ട് ക്യാൻ ബി ദ പോസിബിൾ റീസൺ? ഇറ്റ് വാസ് ഹീറ്റഡ് ഫോർ ലോങ് ടൈം. കൂടുതൽ നേരം ഹീറ്റ് ചെയ്തു. ഇറ്റ് വാസ് നോട്ട് പ്രോപ്പർലി ക്ലീൻഡ് ബിഫോർ ഹീറ്റിംഗ്. ഹീറ്റിങ്ങിന് മുന്നേ അത് പ്രോപ്പർലി ക്ലീൻ ചെയ്തില്ല. ഇറ്റ് വാസ് സഡൻലി കൂൾഡ് ഇൻ ബ്രെയിൻ. ഇറ്റ് വാസ് സ്ലോലി കൂൾഡ് ഇൻ എയർ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ബ്രെയിനിൽ വെച്ച് അത് തണുപ്പിക്കാൻ നോക്കി. ഓക്കെ. ഇറ്റ് വാസ് സഡൻലി കൂൾഡ് ഇൻ ബ്രെയിൻ. ഇതാണ് എൻ്റെ ആൻസർ, ബ്രെയിൻ സാൾട്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേസ് ഹാർഡനിങ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഹാർഡ് സ്കിൻ ഓൺ ദ സർഫസ് ഓഫ്. മിക്കപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വേണേൽ ഈ എക്സാമിന് നമുക്കിത് പ്രതീക്ഷിക്കാം. കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത് ഹാർഡ് സ്കിൻ ഓൺ ദ സർഫസ് ഓഫ് ഏത് മെറ്റലാണ്? ഹൈ കാർബൺ സ്റ്റീലിലാണോ, കാസ്റ്റ് അയണിലാണോ, ലോ കാർബൺ സ്റ്റീലിലാണോ, അലോയ് സ്റ്റീലിലാണോ?
ലോ കാർബൺ സ്റ്റീലിലാണ് നമ്മൾ ഹാർഡ് സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേസ് ഹാർഡനിങ്ങിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു റെഡ്യൂസ് ഇന്റേണൽ സ്ട്രെസ്സസ് ഓഫ് എ ഹാർഡൻഡ് ടൂൾ ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ജനറലി അപ്ലൈഡ് ഈസ്. ഒരു ഇന്റേണൽ സ്ട്രെസ്സസ് ഉണ്ടായ ഒരു ഹാർഡൻഡ് ടൂളിൽ നമ്മൾ ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് ജനറലി അപ്ലൈ ചെയ്യുന്നത്? സ്റ്റെബിലൈസിംഗ് ആണോ, അനലിംഗ് ആണോ, നോർമലൈസിംഗ് ആണോ, ടെമ്പറിംഗ് ആണോ? അതായത് ഹാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം ഫോളോ ചെയ്യേണ്ടത് ടെമ്പറിംഗ് ആണ്. ഇവിടുത്തെ ആൻസർ ടെമ്പറിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടഫ്നെസ് ഇൻ എ സ്റ്റീൽ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ബ്രിട്ടിൽനെസ് ഈസ് ഡിക്രീസ്ഡ് ബൈ എ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓപ്പറേഷൻ ഈസ് കോൾഡ്. അതായത് ടഫ്നെസ് ഇൻക്രീസ് ചെയ്ത് ബ്രിട്ടിൽനെസ് ഡിക്രീസ് ചെയ്ത്. അനലിംഗ് ആണോ, നോർമലൈസിംഗ് ആണോ, ടെമ്പറിംഗ് ആണോ, കേസ് ഹാർഡനിങ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടെമ്പറിംഗ് ആണ്. ടെമ്പറിംഗ് ചെയ്യാൻ നേരത്താണ് ടഫ്നെസ് ഇൻക്രീസ് ചെയ്യുകയും ബ്രിട്ടിൽനെസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഹാർഡനിങ്ങിന് ശേഷം ചെയ്യുന്ന പ്രോസസ്സാണ്. ഇൻ എ കേസ് ഹാർഡനിങ് പ്രോസസ് അമോണിയ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഓൺ സ്റ്റീൽ. ദ പ്രോസസ് ഇസ് നോൺ ആസ്. കേസ് ഹാർഡനിങ്ങിൽ സൈനൈഡിങ് ആണോ, നൈട്രൈഡിങ് ആണോ, കാർബറൈസിംഗ് ആണോ, അമോണൈസിംഗ് ആണോ? അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നൈട്രൈഡിങ്ങിലാണ്. ഈ നൈട്രൈഡിങ്ങിലാണ് നമുക്ക് ഹൈ ഹാർഡ്നെസ് ഉള്ള വെരി ഹാർഡൻ ആയിട്ടുള്ള സർഫസ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് 730 to 1100 ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ വരെയാണ്. ഓക്കെ, അന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, സയനൈഡിങ് ആൻഡ് നൈട്രൈഡിങ് ആർ ടു മെത്തേഡ്സ് ഓഫ്. സയനൈഡിങ്ങും നൈട്രൈഡിങ് എന്ന് പറയുന്നത് ഹാർഡനിങ് ആണോ, കേസ് ഹാർഡനിങ് ആണോ, ടെമ്പറിംഗ് ആണോ, നോർമലൈസിംഗ് ആണോ? അപ്പം ഓപ്ഷനിൽ നിന്ന് നൈട്രൈഡിങ് നമുക്കറിയാം കേസ് ഹാർഡനിങ് ആണ്. കേസ് ഹാർഡനിങ് ആണ് ആ രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഹീറ്റിംഗ് അപ് ടു റിക്വയർഡ് ഹാർഡനിങ് ടെമ്പറേച്ചർ വൈ മസ്റ്റ് ടൂൾ സ്റ്റീൽസ് ബി കൊഞ്ചഡ്? ഇപ്പോൾ റിക്വയർഡ് ഹാർഡനിങ് ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം why must tool steel be concept? To induce internal stresses, to build up hardening structure, to fall off the scale, to retain it to original structure. അപ്പം ഹാർഡനിങ് ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം ആ ടൂൾ സ്റ്റീൽ എന്തിനാണ് കൊഞ്ച് ചെയ്യുന്നത്? അതിൽ ആ ഹാർഡനിങ് സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ്. ഓപ്ഷൻ ബി, ടു ബിൽഡ് അപ്പ് ഹാർഡനിങ് സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പഞ്ച് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് അലോയ്ഡ് സ്റ്റീൽ. ആഫ്റ്റർ ഹാർഡനിങ് ഇറ്റ് എ ക്രാക്ക് ടേക്സ് പ്ലേസ്. അപ്പോൾ ഹാർഡനിങ് ചെയ്തതിനു ശേഷം അതിൽ ക്രാക്ക് ഉണ്ടായി. ഒരു അലോയ്ഡ് സ്റ്റീലായിരുന്നു. ഓക്കെ, വാട്ട് ക്യാൻ ബി ദ റീസൺ ടു ഡെവലപ്പ് ദിസ് ക്രാക്ക്? ആ ക്രാക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ദ പഞ്ച് ഈസ് ഹീറ്റഡ് ഫോർ ടു ലോങ്. അത് കുറേ നേരം ഹീറ്റ് ചെയ്തു. പഞ്ച് ഈസ് ഹീറ്റഡ് ടു ലിറ്റിൽ, പഞ്ച് ഈസ് കൊഞ്ചഡ് ടു സ്ലോലി, പഞ്ച് ഈസ് കൊഞ്ചഡ് സഡൻലി. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പഞ്ച് ഈസ് ഹീറ്റഡ് ടു ലിറ്റിൽ. കുറച്ച് നേരമേ നമ്മൾ ഹീറ്റ് ചെയ്തുള്ളൂ. ഓക്കെ, ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റൽ ഈസ് നെസസറി. അതെന്തിനാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്? ഹീറ്റ് ട്രീറ്റ്മെന്റ് അത് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ടു പ്രൊഡ്യൂസ് സർട്ടൻ ഡിസൈഡ് പ്രോപ്പർട്ടീസ്, ടു മേക്ക് ഗുഡ് അപ്പിയറൻസ് ഓൺ ദ കമ്പോണന്റ്, ടു ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റൽ, ടു മേക്ക് ദ മെറ്റൽ റസ്റ്റ് പ്രൂഫ്. ഇപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് സർട്ടൻ ഡിസൈഡ് പ്രോപ്പർട്ടീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ പാർട്ട് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ ക്യാൻ ബി ഹാർഡൻഡ് ബൈ. അതായത് മൈൽഡ് സ്റ്റീലിന്റെ എക്സ്റ്റേണൽ സർഫസ് ഹാർഡൻ ചെയ്യുന്ന പ്രോസസ്സ്. ഇപ്പോൾ കേസ് ഹാർഡനിങ്ങിനെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേസ് ഹാർഡനിങ് ആണ്. ഇൻ നൈട്രൈഡിങ് പ്രോസസ് അമോണിയ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് അറ്റ്. നൈട്രൈഡിങ് പ്രോസസ്സിൽ അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടെമ്പറേച്ചറാണ് 500 to 560 ആണോ, 575 to 600 ആണോ, 600 650 ആണോ, 650 to 700 ആണോ? ആൻസർ എന്ന് പറയുന്നത് 500 to 560 ആണ്. ഓക്കെ, HSS ഈസ് ടെമ്പേർഡ് അറ്റ്. ഇപ്പം നമ്മൾ ടെമ്പറിങ് ടെമ്പറേച്ചർ ഓരോ ടൂളിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ HSS ടെമ്പർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 550 to 600 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ഹൈ ടെമ്പറേച്ചർ ഇൻ ദ ഫർണസ്. നമ്മൾ ഈ കുപ്പോള ഫർണസിലൊക്കെ കാസ്റ്റ് ചെയ്യാനൊക്കെ അതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് മെൽറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് തെർമോമീറ്റർ ആണോ, ബൈറോമീറ്റർ ആണോ, കലോറിമീറ്റർ ആണോ, പൈറോമീറ്റർ ആണോ? പൈറോമീറ്റർ ആണ് ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വെരി ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ റേഡിയേഷൻ പൈറോമീറ്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ഹാർഡനിങ് ദ സർഫസ് ഓഫ് ടൂൾ സ്റ്റീൽ? ഒരു ടൂൾ സ്റ്റീലിൻ്റെ സർഫസ് ഹാർഡനിങ് ചെയ്യാനായിട്ട് ഏത് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കാർബറൈസിംഗ് ആണോ, സയനൈഡിങ് ആണോ, ഇൻഡക്ഷൻ ഹാർഡനിങ് ആണോ, ഹാർഡനിങ് ആണോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ഹാർഡനിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ വെൽ ഹാർഡനിങ് ഈസ്. ഏതൊരു സ്റ്റീലിൻ്റെയും ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 723 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ഓക്കെ, ആൻഡ് അപ്രോക്സിമേറ്റ് ഹാർഡ്നെസ് ഓഫ് HSS മില്ലിംഗ് കട്ടർ ഈസ്. അപ്പോൾ നമ്മൾ ഫയലിൻ്റെ പഠിച്ചായിരുന്നു 60, HSS മില്ലിംഗ് കട്ടറിൻ്റെ 62 HRC ആണ്. ഓക്കെ, ദ പർപ്പസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ്. ഇപ്പം
ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ചേഞ്ച് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ, ടു ചേഞ്ച് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ, ടു ചേഞ്ച് ദ അപ്പിയറൻസ് ഓഫ് ദ കമ്പോണൻറ്റ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാം അത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. വൺ കമ്പോണൻറ്റ് ഓഫ് C50 സ്റ്റീൽ ഈസ് ഹീറ്റഡ് ടു 830 degree Celsius, soaked it for some time and then quenched in oil. Again it is heated to 600 degree Celsius and quenched in oil. Name this process of heat treatment. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഒന്ന് അനലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ് ആൻഡ് ടെമ്പറിങ്, കേസ് ഹാർഡനിങ്. അപ്പോൾ ആദ്യമേ 830 ഹീറ്റ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് എന്നിട്ട് ഓയിലിൽ കൊഞ്ച് ചെയ്തു. പിന്നെ അഗെയിൻ 600 വരെ ഹീറ്റ് ചെയ്ത് പിന്നെ ഓയിലിൽ കൊഞ്ച് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്ന പേര് ഹാർഡനിങ് ആൻഡ് ടെമ്പറിങ് എന്നാണ്. ഹാർഡനിങ്ങും ചെയ്തു, ടെമ്പറിങ്ങും ചെയ്തു. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് കൊഞ്ചിങ് മീഡിയ ഈസ് ഇൻ ഓർഡർ ഓഫ് ദെയർ സിവിയറിറ്റി ഓഫ് ദ കൂളിംഗ് റേറ്റ്, ദാറ്റ് ഈസ് ഫ്രം സ്ലോ ടു റാപ്പിഡ് കൂളിംഗ്. അപ്പോൾ നമ്മൾ കൂളിംഗ് മീഡിയയെക്കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെയിൻ സൊല്യൂഷൻ്റെ കാര്യവും എയറിൻ്റെ കാര്യവും ഓയിലിൻ്റെയും വാട്ടറിൻ്റെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിൻ്റെ കൂടി വരുന്ന ഇതാണ് സ്ലോ ടു റാപ്പിഡ് കൂളിംഗ്. റാപ്പിഡ് സ്ലോ ആയിട്ടുള്ളത് ഫോഴ്സ്ഡ് എയർ, അത് കഴിഞ്ഞ് ഓയിൽ, അത് കഴിഞ്ഞിട്ട് ബ്രെയിൻ സൊല്യൂഷൻ. റാപ്പിഡ് ആയിട്ടുള്ള കൂളിംഗ് നടക്കുന്നത് ബ്രെയിൻ സൊല്യൂഷനിലാണ്, ശേഷം ഓയിൽ, ഫോഴ്സ്ഡ് എയർ. ഈ ക്വസ്റ്റ്യൻ തിരിച്ചും വേണേൽ ചോദിക്കാം, റാപ്പിഡ് ടു സ്ലോ. അപ്പം ഈ കീവേഡ് നമ്മൾ നോക്കി വെച്ചേക്കണം. ബ്രെയിൻ സൊല്യൂഷനാണ് പെട്ടെന്ന് കൂളിംഗ് നടക്കുന്നതെന്ന് അറിയണം. എയറിൽ കൂളിംഗ് കുറവാണ്, ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള എയർ ആണ്. ഓയിൽ ഒരു മീഡിയം ലെവലിലായിരിക്കും വരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് അഡോപ്റ്റഡ് ടു ഇംപ്രൂവ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ വിച്ച് ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു സിവിയർ ഹാമിംഗ്. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് സിവിയർ ഹാമറിംഗ് ആണ്. അപ്പോൾ സിവിയർ ഹാമറിംഗ് സംഭവിച്ച അതിൽ നമ്മൾ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റീൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് നോർമലൈസിംഗ് എന്നാണ്. ഓക്കെ, അടി കൊണ്ട് ഒരാളെ നോർമലാക്കുന്ന രീതിയിൽ കോഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ ഈസ് ഒബ്റ്റൈൻ ഡ്യൂ ടു ഡ്രാസ്റ്റിക് കൂളിംഗ് ഫ്രം ദ ഓസ്നൈറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഓസ്നൈറ്റ് സ്ട്രക്ചറിൽ നിന്ന് ഡ്രാസ്റ്റിക്, അതായത് റാപ്പിഡായിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, പേർലൈറ്റ് ആണോ, സിമെൻറ്റേറ്റ് ആണോ, മാർട്ടൻസൈറ്റ് ആണോ, ട്രൂസൈറ്റ് ആണോ? നമുക്ക് മാർട്ടൻസൈറ്റ് എന്നാണ്. ഓക്കെ, മാർട്ടൻസൈറ്റ് ഹാർഡനിങ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് മാർട്ടൻസൈറ്റ് സ്ട്രക്ചറാണ്. റാപ്പിഡ് കൂൾ ചെയ്യാൻ നേരത്ത് ഹാർഡനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ബൈ വിച്ച് സ്റ്റീൽ ഈസ് ഹീറ്റഡ് ടു ദ റിക്വയർഡ് ടെമ്പറേച്ചർ ആൻഡ് കോൾഡ് സ്ലോലി ഇൻ ദ ഫർണസ് ഇറ്റ് സെൽഫ്. അപ്പം കോൾഡ് സ്ലോലി, ഫർണസ് ഇറ്റ് സെൽഫ്, അതാണ് കീവേഡ്. ഓക്കെ, ഫർണസിൽ വെച്ച് തന്നെ കൂൾ ചെയ്യുന്നതിന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അനിലിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അനിലിംഗ്? അനിലിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്നുള്ളതാണ്. ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ടു ഇംപ്രൂവ് മാഗ്നറ്റിസം, ടു ഇൻക്രീസ് ഹാർഡ്നെസ്, ടു ഇൻക്രീസ് ടഫ്നെസ്. മെഷീനബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അനിലിങ്ങിൻ്റെ പർപ്പസ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സോളിഡ് കാർബറൈസിങ് മെറ്റീരിയൽ? ഇതിൽ ഫ്യൂവൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാർബറൈസിങ്ങിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കാർബറൈസിങ് മെറ്റീരിയൽ ഏതാണെന്നുള്ള സോളിഡ്. ചാർക്കോൾ ആണോ, പെട്രോൾ ആണോ, അമോണിയ ആണോ, കെറോസിൻ ആണോ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ചാർക്കോൾ എന്ന് പറയുന്നതാണ് സോളിഡ്. ഓക്കെ, വൈൽ ഹാർഡനിങ് ആഫ്റ്റർ ഹീറ്റിംഗ് ദ സ്റ്റീൽ ടു റിക്വയർഡ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഹെൽഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ ആസ് എ സോക്കിംഗ് ടൈം ഫോർ നോർമലി. ഒരു സാധാ സ്റ്റീലിനെ നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്യാൻ വെക്കും. അത് സാധാ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീലിലൊക്കെ ആണെങ്കിൽ 5 minutes ഫോർ 10 mm തിക്നെസ് ആണ്. ഹൈ അലോയ് സ്റ്റീലിന് 10 minutes ഫോർ 10 mm തിക്നെസ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൊഞ്ചിങ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ ഹാർഡനിങ്? HSS ടൂൾ. അപ്പം കൊഞ്ചിങ് മീഡിയ ആയിട്ട് HSS ടൂളിൽ യൂസ് ചെയ്യുന്നത് വാട്ടർ ആണോ, ബ്രെയിൻ സൊല്യൂഷൻ ആണോ, ഓയിലാണോ, സോഡ വാട്ടർ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഓയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹാർഡനിങ് ടെമ്പറേച്ചർ ഫോർ HSS ടൂൾ? അപ്പോൾ നമ്മൾ നേരത്തെ ടെമ്പറിംഗ് ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഹാർഡനിങ് ടെമ്പറേച്ചർ ആണ് HSSൻ്റെ. 1250, 950, 850, 750. ആൻസർ എന്ന് പറയുന്നത് 1250 ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പർപ്പസ് ഓഫ് ടെമ്പറിംഗ് എ ഹാർഡൻഡ് സ്റ്റീൽ കമ്പോണൻറ്റ്? ഇപ്പോൾ ഒരു ഹാർഡൻഡ് സ്റ്റീൽ കമ്പോണൻറ്റ് എന്തിനാണ് ടെമ്പറിംഗ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ടു ഇൻക്രീസ് ടഫ്നെസ്, ടു ഇൻക്രീസ് ഡക്റ്റിലിറ്റി, ടു ഇൻക്രീസ് ഹാർഡ്നെസ്, ടു റെഡ്യൂസ് ഹാർഡ്നെസ്. ഇവിടുത്തെ ആൻസർ വരിക ടു ഇൻക്രീസ് ടഫ്നെസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ നോർമലൈസിങ് ദ സ്റ്റീൽ ഷുഡ് ബി കൂൾഡ്? നോർമലൈസിങ് ടൈമിൽ ഓക്കെ സ്റ്റീല് കൂൾ ചെയ്യുന്നത് ഇൻ സ്റ്റീൽ എയർ ടു റൂം ടെമ്പറേച്ചർ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഇൻ സ്റ്റീൽ എയർ ടു റൂം ടെമ്പറേച്ചർ. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് കാർബൺ പെർസെൻറ്റേജ് ഓൺ ദ സർഫസ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ ഈസ് നോൺ ആസ്? പ്രോസസ് ഓഫ് ഇൻക്രീസിങ് കാർബൺ പെർസെൻറ്റേജ് ഓൺ സർഫസ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ, അതിനെ പറയുന്ന പേരെന്താണ്? ഹാർഡനിങ് ആണോ, നൈട്രേറ്റിംഗ് ആണോ, കാർബറൈസിങ് ആണോ, ടെമ്പറിംഗ് ആണോ? കാർബൺ പെർസെൻറ്റേജ് കൂട്ടുന്ന
അതിന് പറയുന്ന പേര് കാർബറൈസിംഗ് എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിംഗ് എ കമ്പോണന്റ് വിത്ത് ടഫ് ആൻഡ് ഡക്റ്റൈൽ കോർ ആൻഡ് ഹാർഡ് ഔട്ടർ സർഫസ് ഇസ് നോൺ ആസ്. അതിന് പറയുന്ന പേര് കേസ് ഹാർഡനിങ് ആണ്. നമ്മൾ വരച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ടഫ് കോർ, പുറത്ത് ഒരു ഹാർഡ് സ്കിൻ. ഓക്കെ. The process of heating steel to about 40 degrees Celsius above the upper critical temperature and cooling it in still air to room temperature. അപ്പോൾ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് 40 ഡിഗ്രി സെൽഷ്യസ് എബോ ഹീറ്റ് ചെയ്തിട്ട് കൂൾ ചെയ്യുന്ന സ്റ്റിൽ എയറിൽ റൂം ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് നോർമലൈസിംഗ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് പ്രൊഡ്യൂസ് എ സ്കെയിൽ ഫ്രീ സർഫസ് ഓൺ ദ കമ്പോണന്റ്. ഇപ്പോൾ സ്കെയിൽ ഫ്രീ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഫ്ലെയിം ഹാർഡനിങ് ആണോ, കേസ് ഹാർഡനിങ്, നൈട്രൈഡിങ് ആണോ, ഇൻഡക്ഷൻ ഹാർഡനിങ്? ഇൻഡക്ഷൻ ഹാർഡനിങ്ങിലാണ് സ്കെയിൽ ഫ്രീ സർഫസ് ഉണ്ടാകുന്നത്. ഇൻ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് അനിലിംഗ് ഈസ് ഡൺ ടു. അനിലിംഗ് എന്തിനാണ് ചെയ്യുന്നത്? ഇൻക്രീസ് ടഫ്നെസ്, ഇൻക്രീസസ് സോഫ്റ്റ്നെസ്, ഇൻക്രീസസ് ഹാർഡ്നെസ്, ഇൻക്രീസ് ബ്രിട്ടിൽനെസ്. ഓപ്ഷൻ ബി സോഫ്റ്റ്നെസ്. ആഫ്റ്റർ ഹാർഡനിങ് പ്രോസസ് ദ മെറ്റൽ ബിക്കംസ് മോർ ഹാർഡൻഡ് ആൻഡ് ഓൾസോ വിൽ ബിക്കം മോർ ബ്രിട്ടിൽ ആണോ, ഡക്റ്റൈൽ ആണോ, മാലിബിൾ ആണോ, ടഫ് ആണോ? ഇപ്പോൾ ഹാർഡനിങ് ചെയ്യാൻ നേരത്ത് ഹാർഡൻഡ് ആകും, അതുപോലെ തന്നെ ബ്രിട്ടിലും ആകും. ഓക്കെ. ഫോർ കേസ് ഹാർഡനിങ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് കാർബറൈസിങ്. ബൈ കാർബറൈസിങ് ഇറ്റ് ഈസ് മീൻ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇൻക്രീസിങ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഓഫ് സ്റ്റീൽ പീസ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ മിക്കവാറും ഇത് കുത്താൻ ചാൻസ് ഉണ്ട്. ഇൻക്രീസിങ്, അതെ, കാർബണിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുന്നതാണ്. ഇൻക്രീസിങ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഓഫ് ദ കോർ ഓഫ് ദ പീസ്. ഓക്കെ. കോറിൽ കാർബൺ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇൻക്രീസിങ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഓൺ ദ സർഫസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഇൻക്രീസിങ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഓൺ ദ സർഫസ്. ഓക്കെ. 40. For annealing hypoeutectoid steel, according to the carbon content, it should be heated to. ഈ ഹൈപ്പോയുട്ടക്റ്റോയിഡ് സ്റ്റീല് നമ്മൾ അനിലിംഗ് ചെയ്യാൻ നേരത്ത് എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് 0.84 കുറവുള്ള സ്റ്റീലാണ്. 30 to 50 ഡിഗ്രി സെൽഷ്യസ് എബോ ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് ആണോ, 30 to 50 എബോ അപ്പർ ക്രിട്ടിക്കൽ പോയിന്റ് ആണോ, 600 to 630 ആണോ, 1000 to 130 ആണോ? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 30 to 50 എബോ അപ്പർ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഹൈപ്പോ വരാൻ നേരത്ത് എബോ അപ്പർ ക്രിട്ടിക്കൽ ആണെന്ന് ഓർക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിക്വിഡ് കാർബറൈസിംഗ് ഈസ് ഡൺ ഇൻ എ ഹീറ്റഡ് സോൾട്ട് ബാത്ത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാർബറൈസിംഗ് സോൾട്ട്? അപ്പം നമ്മൾ ലിക്വിഡ് കാർബറൈസിംഗ് പഠിച്ചപ്പം കുറച്ച് സോൾട്ടിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞായിരുന്നു. സോഡിയം കാർബണേറ്റ്, സോഡിയം സൾഫേറ്റ്, സോഡിയം സയനൈഡ്, ബേരിയം ക്ലോറൈഡ്. അപ്പോൾ ഇത് മൂന്ന് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ. സോഡിയം സൾഫേറ്റ് കണ്ടിട്ടില്ല. അപ്പം കാർബറൈസിംഗ് സോൾട്ട് അല്ലാത്തത് സോഡിയം സൾഫേറ്റ് ആണ്. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ആൻസർ. Next question, for best result of handling, heated steel piece is cooled slowly in the furnace itself by switching the heat supply off. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ലോലി ഇൻ ദ ഫർണസ് ഇറ്റ് സെൽഫ് ബൈ സ്വിച്ചിങ് ദ ഹീറ്റ് സപ്ലൈ ഓഫ്. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള വേറൊരു സെറ്റ് ക്വസ്റ്റ്യൻസും കൂടെയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റേഞ്ചസ് ഓഫ് കാർബൺ കണ്ടന്റ് ഈസ് പ്രസന്റ് ഇൻ പിഗ് അയൺ? അപ്പോൾ പിഗ് അയണിലുള്ള കാർബൺ കണ്ടന്റ് എത്രയാണെന്നുള്ളത് 0.05 to 1.4 ആണോ, 0.9 to 1.4 ആണോ, 1.7 to 2.2 ആണോ, 3 to 5% ആണോ? ആൻസർ എന്ന് പറയുന്നത് 3 to 5% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫർണസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് കാസ്റ്റ് അയൺ? ഇപ്പോൾ കാസ്റ്റ് അയൺ കുപ്പോള CC എന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞാൽ കുപ്പോള ഫർണസിലാണ് കാസ്റ്റ് അയൺ മാനുഫാക്ചർ ചെയ്യുന്നത്. ദ മെയിൻ പ്രോഡക്റ്റ് ഓഫ് പുട്ട്ലിംഗ് പ്രോസസ് ഈസ് ഫർണസ്. പട്ട്ലിംഗ് ഫർണസിൽ നിന്ന് കിട്ടുന്ന മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റോട്ട് അയൺ ആണ്. ഓക്കെ. പിഗ് അയൺ ഈസ് എ പ്രോഡക്റ്റ് ഓഫ്. പിഗ് അയൺ ഏത് ഫർണസിൽ നിന്നാണ് കിട്ടുന്നത്? കുപ്പോള കാസ്റ്റ് അയൺ ആണ്. ഓക്കെ. ഓപ്പൺ ഹെർത്ത് എന്ന് പറയുന്നത് സ്റ്റീലാണ്. ഇലക്ട്രിക് ആർക്ക് ഫർണസും സ്റ്റീലാണ്. ബ്ലാസ്റ്റ് ഫർണസ് ആണ് പിഗ് അയൺ. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ക്യാൻ പ്രൊഡ്യൂസ് ഹൈ അലോയ് സ്റ്റീൽ വിത്ത് ആക്യുറേറ്റ്ലി സ്പെസിഫൈഡ് കെമിക്കൽ കോമ്പോസിഷൻ? അപ്പോൾ ഹൈ അലോയ് സ്റ്റീൽ, ഇപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ മേക്കിംഗ് പറഞ്ഞപ്പം ഓരോ പ്രോസസ്സിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ഇലക്ട്രിക് ആർക്ക് പ്രോസസ്സിലാണ് നമ്മൾ ഹൈ അലോയ് സ്റ്റീൽ ആക്യുറേറ്റ്ലി കെമിക്കൽ കോമ്പോസിഷനിൽ പ്രോസസ്സ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. എ ബ്ലാക്ക് മാലിബിൾ കാസ്റ്റ് അയൺ. ബ്ലാക്ക് മാലിബിൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോ കാസ്റ്റിംഗ്, ക്യാൻ ബി വർക്ക്ഡ് വിത്ത് ഹാർഡ് കട്ടിംഗ് ടൂൾസ് വിച്ച് ഈസ് മാലിബിൾ ആൻഡ് ഈസ് ഡീകാർബറൈസ്ഡ് അറ്റ് ദ ഔട്ടർ സ്കിൻ ഈ സ്റ്റീൽ കാസ്റ്റ് ഇൻ മോൾഡ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ് എ റോ കാസ്റ്റിംഗ് ആണ്. അതാണ് ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ഇൻഫ്ലുവൻസസ് മോസ്റ്റ് ഓഫ് ദ ഫോർജബിലിറ്റി ഓഫ് സ്റ്റീൽ? ഇപ്പോൾ സ്റ്റീലിൻ്റെ ഫോർജബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത് സിലിക്കൺ, മാംഗനീസ്, കാർബൺ, നൈട്രജൻ. അതായത് ഒരു സ്റ്റീൽ ഫോർജബിൾ ആണെന്ന് പറയുന്നത്
അപ് ടു 1.7% കാർബൺ വരെയാണ്. ഓക്കെ, അപ്പോൾ കാർബൺ ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എലമെൻറ്റ്. നെക്സ്റ്റ് കേസ്, ഇൻ കേസ് ഓഫ് സ്റ്റീൽ through which one of the following process there will be no increase in hardness: heating above 600 degrees Celsius and slow cooling, rolling, hammering, alloying with chromium. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എബോവ് 600 ഹീറ്റ് ചെയ്തതിന് ശേഷം സ്ലോ കൂൾ ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാസ്റ്റ് അയൺ ഹാസ്. കാസ്റ്റ് അയണ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണുള്ളത്. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്. മെയിൻ അലോയിങ് എലമെൻറ്റ് ഇൻ HSS ഈസ്, HSSലെ 1841 ഓർത്താൽ മതി, TCV. ഇതെപ്പോഴും പറയാനുള്ള റീസൺ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടങ്സ്റ്റൺ ആണ് മെയിൻ അലോയിങ് എലമെൻറ്റ്. കാർബൺ പെർസെൻറ്റേജ് ഇൻ ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾസ്. ഓക്കെ, HSSലെ കാർബൺ പെർസെൻറ്റേജ് എത്രയാണ്? 0.75 to 1 ആണോ, 1 to 2 ആണോ, 0.6 to 75 ആണോ, 0.2 to 0.3 ആണോ? ആൻസർ എന്ന് പറയുന്നത് 0.75 to 1% ആണ് കാർബൺ. ഓക്കെ, കോമൺലി യൂസ്ഡ് പ്രൊപ്പോർഷൻസ് ഓഫ് അലോയിങ് എലമെൻറ്റ്സ് ഇൻ HSS. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1841. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ മാറിപ്പോരുത്, TCV എന്ന് ഓർക്കുക. ഓക്കെ, ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് മാല്യബിൾ ആണോ, ഡെക്റ്റൈൽ ആണോ, ടെൻസൈൽ ആണോ, റിജിഡ് ആണോ? ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് റിജിഡ് ആണ്. അതുകൊണ്ടാണ് ലെയ്ത്തിൻ്റെ ബെഡൊക്കെ നമ്മൾ ഇത് വെച്ച് നിർമ്മിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഹാസ് ലെസ് കാർബൺ കണ്ടന്റ്? ഈ കൂട്ടത്തിൽ ലെസ് കാർബൺ കണ്ടന്റ് ഉള്ളത് ഏതാണ്? പ്ലെയിൻ കാർബൺ സ്റ്റീൽ ആണ് ഓപ്ഷൻ എ കിടക്കുന്നത്, റോട്ട് അയൺ, പിഗ് അയൺ, കാസ്റ്റ് അയൺ. അപ്പം മിക്കവർക്കും കൺഫ്യൂഷൻ ഈ പ്ലെയിൻ കാർബൺ സ്റ്റീൽ ആണോ എന്നായിരിക്കും. അല്ല, റോട്ട് അയൺ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എ ബ്രാസ് ഷാഫ്റ്റ് ഈസ് ടു ബി ഫിനിഷ് ടേൺ ടു എ സർഫസ് റഫ്നെസ്. അതിൻ്റെ റഫ്നെസ് വാല്യൂ ആണ് 6 എന്ന് പറയുന്നത് 0.08 വിത്ത് ഹൈ കട്ടിംഗ് സ്പീഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ദിസ് പർപ്പസ്? അപ്പോൾ ഇതിന് HSS ആണോ, ഹൈ കാർബൺ സ്റ്റീൽ ആണോ, അലോയ് സ്റ്റീൽ ആണോ, സിമെന്റഡ് കാർബൈഡ് ആണോ യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിമെന്റഡ് കാർബൈഡ് ആണ്. ഇത് കട്ടിംഗ് ടൂളിൽ നിന്ന് കയറി വന്നൊരു ഏരിയ ആണ്. ഓക്കെ, സോളിഡ് ഫോർജ്ഡ് ബോറിംഗ് ടൂൾ ഈസ് മെയ്ഡ് ഓഫ്. സോളിഡ് ഫോർജ്ഡ് ബോറിംഗ് ടൂൾ ഈസ് മെയ്ഡ് ഓഫ് HSS, ടങ്സ്റ്റൺ കാർബൈഡ്, സ്റ്റെലൈറ്റ്, കാസ്റ്റ് അയൺ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് HSS ആണ്. സോളിഡ് മില്ലിംഗ് കട്ടേഴ്സ് ആർ മാനുഫാക്ചർഡ് ഫ്രം സിൻറ്റേർഡ് കാർബൈഡ്, HSS, സെറാമിക്, സ്റ്റെലൈറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് HSS ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ? അയണിൻ്റെയും കാർബണിൻ്റെയും അലോയ് ഏതാണ്? പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ. ആൻസർ സ്റ്റീലാണ്. ഓക്കെ, ഇതിൽ കുറച്ച് ദിവസം ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഓക്കെ, കമൻറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ കാർബൺ പെർസെൻറ്റേജ് ഇൻ സ്റ്റീൽ ഈസ് അപ് ടു 0.8%, then it is called up to 0.8. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നത് 0.84 ആണ് അപ് ടു. ഇതിൽ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് 0.8. യുടെക്റ്റോയിഡ് സ്റ്റീൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അപ് ടു 0.8 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ യുടെക്റ്റോയിഡ് കണ്ടുപോയി കുത്തരുത്. യുടെക്റ്റോയിഡ് കുത്തരുത്, തെറ്റാണ്. ഓക്കെ, അപ് ടു 0.8 എന്ന് പറയുമ്പോൾ ഹൈപ്പോ യുടെക്റ്റോയിഡ് സ്റ്റീലാണ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ അറ്റ് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കംപ്ലീറ്റ്ലി ടു ഓസ്നേറ്റ്. കംപ്ലീറ്റ്ലി ആയിട്ട് ഓസ്നേറ്റ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചർ ഏതാണ്? അപ്പോൾ നമ്മൾ LCT ആൻഡ് UCT പഠിച്ചിട്ടുണ്ടായിരുന്നു. LCTയിൽ ഓസ്നേറ്റിൻ്റെ തുടക്കമാണ്, കംപ്ലീറ്റ്ലി ആയിട്ട് മാറുന്നത് UCTയിലാണ്. ഓപ്ഷൻ ബി അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സോക്കിംഗ് ഇസ് നെസസറി ബിക്കോസ്. സോക്കിംഗ് നെസസറിയാണ് കാരണം ഓപ്ഷൻ എ ഫോർ കംപ്ലീറ്റ് മെൽറ്റിംഗ് ഓഫ് ജോബ്, യൂണിഫോം ഹീറ്റിംഗ് ത്രൂ ഔട്ട് ജോബ്, ടു മേക്ക് എ ജോബ് സോഫ്റ്റ് ഫോർ ഫോർജിങ്, ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് പോയി കുത്തരുത്, യൂണിഫോം ഹീറ്റിംഗ് ത്രൂ ഔട്ട് ദി ജോബാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹാർഡനിങ്? ഹാർഡനിങ്ങിൻ്റെ പർപ്പസ് എന്താ? സോഫ്റ്റ് ആൻഡ് ദ സ്റ്റീൽ ആണോ, റിഫൈൻ ദ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ, റെഡ്യൂസ് ബ്രിട്ടിൽനെസ്, ടു ആഡ് കട്ടിംഗ് എബിലിറ്റി. ഓക്കെ, ടു ആഡ് കട്ടിംഗ് എബിലിറ്റി ആണ്. വിച്ച് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾ ഇസ് ടെമ്പേർഡ് ബൈ ഹീറ്റിംഗ് അപ് ടു 230 ഡിഗ്രി സെൽഷ്യസ്? അപ്പോൾ ടെമ്പറിംഗ് ടെമ്പറേച്ചർ കട്ടിംഗ് ടൂളിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ എന്ന് പറയുന്നത് ടാപ്പാണോ, ഡ്രില്ലാണോ, ടേണിംഗ് ടൂൾ ആണോ, റീമേഴ്സ് ആണോ? ഓപ്ഷൻ സി ടേണിംഗ് ടൂൾ ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നോർമലൈസിങ്? നോർമലൈസിങ്ങിൻ്റെ പർപ്പസ് എന്താ? കട്ടിംഗ് എബിലിറ്റി കൊടുക്കുക, ഡെവലപ്പ് ഹൈ ഹാർഡ്നെസ്, ഇൻക്രീസ് വെയർ റെസിസ്റ്റൻസ്, റിമൂവ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഓപ്ഷൻ ഡി റിമൂവ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ കാർബൺ പെർസെൻറ്റേജ് ഇൻ സ്റ്റീൽ ഇസ് 0.8%, then the structure is called. അപ്പോൾ കാർബൺ പെർസെൻറ്റേജ് 0.8% ആണെങ്കിൽ
അതിനെ പറയുന്ന ആ സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഓപ്ഷൻ സിമെൻറ്റേറ്റ്, ഓസ്നൈറ്റ്, ഫെറൈറ്റ്, പെർലൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് സ്ലോവസ്റ്റ് റേറ്റ് ഓഫ് കൂളിംഗ്. ഇപ്പോൾ സ്ലോവസ്റ്റ് റേറ്റ് ഓഫ് കൂളിംഗ് വരുന്നത് എയർ, ഓയിൽ, ബ്രെയിൻ, വാട്ടർ. അതിൽ എയർ ആണ് സ്ലോവസ്റ്റ് റേറ്റ് ഓഫ് കൂളിംഗ് വരുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടെമ്പറിംഗ്. ടെമ്പറിംഗ് എന്തിനാണ്? സോഫ്റ്റൻ ദ സ്റ്റീൽ ആണോ, റിഫൈൻ ദ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ ആണോ, റെഡ്യൂസ് ബ്രിട്ടിൽനെസ് ആണോ, കട്ടിംഗ് എബിലിറ്റി ആണോ? ടെമ്പറിംഗ് എന്ന് പറയുന്നത് ഈ കേസിൽ ടു റെഡ്യൂസ് ബ്രിട്ടിൽനെസ് ആണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് മൈൽഡ് സ്റ്റീൽ വിത്ത് മോൾട്ടൺ സിങ്ക് ഈസ് കോൾഡ്. മൈൽഡ് സ്റ്റീല് മോൾട്ടൺ സിങ്കുമായിട്ട് കോട്ട് ചെയ്യുന്നതിന് പറയുന്ന പേര് ഗാൽവനൈസിംഗ് എന്നാണ്. ഓക്കെ, വിച്ച് ആൻറ്റി കൊറോസീവ് മെറ്റീരിയൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ സർഫസ് കോട്ടിംഗ് ഓൺ അയൺ ഷീറ്റ് ബൈ ഗാൽവനൈസിംഗ്. അപ്പോൾ ഗാൽവനൈസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൻറ്റി കൊറോസീവ് മെറ്റീരിയൽ ഏതാണ് അയൺ ഷീറ്റിൽ? അതെന്ന് പറയുന്നത് സിങ്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് സർഫസ് ഹാർഡനിങ് ഈസ് ഡൺ ഇൻ ഹീറ്റഡ് സാൾട്ട് ബാത്ത്. ഹീറ്റഡ് സാൾട്ട് ബാത്തിൽ ചെയ്യുന്ന സർഫസ് ഹാർഡനിങ് പ്രോസസ്സ് ഏതാണെന്നുള്ളതാണ്. നൈട്രൈഡിങ് ആണോ, ഗ്യാസ് കാർബറൈസിംഗ് ആണോ, പാക്ക് കാർബറൈസിംഗ് ആണോ, ലിക്വിഡ് കാർബറൈസിംഗ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലിക്വിഡ് കാർബറൈസിംഗ് ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബ്രെയിൻ സൊല്യൂഷൻ, വാട്ടർ, ഓയിൽ ആൻഡ് എയർ യൂസ്ഡ് ഇൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. സോക്കിങ്ങിന് വേണ്ടിയിട്ടാണോ, കൊഞ്ചിങ് ആണോ, ഹീറ്റിംഗ് ആണോ, ഹാർഡനിങ് ആണോ? ഓപ്ഷൻ ബി കൊഞ്ചിങ് ആണ്. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ വൈൽ ഹാർഡനിങ് ഈസ്. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരാം. അപ്പോൾ ഇത് കമൻറ്റ് സെക്ഷനിൽ പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, അപ്പോൾ 7ഉം 15ഉം ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഓപ്ഷൻ 960, 900, 723, 560. വാട്ട് ഈസ് ദ പ്രോസസ് ടു ആഡ് കട്ടിംഗ് എബിലിറ്റി ആൻഡ് വിയർ റെസിസ്റ്റൻസ് ഓൺ സ്റ്റീൽ. അപ്പോൾ കട്ടിംഗ് എബിലിറ്റിയും വിയർ റെസിസ്റ്റൻസും സ്റ്റീലിന് കൊടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അറിയാം, ഓപ്ഷൻ ഡി ഹാർഡനിങ് എന്നാണ്. വിച്ച് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കണ്ടെയ്ൻ 0% കാർബൺ. 0% കാർബൺ ഉള്ള ആ സ്റ്റീൽ സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? ഫെറൈറ്റ്, പേർലൈറ്റ്, ഓസ്നൈറ്റ്, സിമെൻറ്റേറ്റ്. നമ്മൾ ആദ്യം പഠിച്ചത് ഫെറൈറ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ കൊഞ്ചിങ് മീഡിയ യൂസ്ഡ് ഇൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ടു ഒബ്റ്റെയിൻ ഫാസ്റ്റർ റേറ്റ് ഓഫ് കൂളിംഗ്. ഫാസ്റ്റർ റേറ്റ് ഓഫ് കൂളിംഗിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രെയിൻ സൊല്യൂഷൻ ആണ്. ഓക്കെ, വിച്ച് മെത്തേഡ് ഓഫ് സർഫസ് ഹാർഡനിങ് ദ സർഫസ് റിമെയിൻസ് ഫ്രീ ഫ്രം സ്കെയിൽസ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇൻഡക്ഷൻ ഹാർഡനിങ് ആണ്. വാട്ട് കൊഞ്ചിങ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ സ്പെഷ്യൽ അലോയ് സ്റ്റീൽ. സ്പെഷ്യൽ അലോയ് സ്റ്റീലിന് നമ്മൾ ഏത് കൊഞ്ചിങ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്? ബ്രെയിൻ സൊല്യൂഷൻ, വാട്ടർ, ഓയിൽ, എയർ. സ്പെഷ്യൽ അലോയ് സ്റ്റീലിന് നമ്മൾ എയർ ആണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെറ്റൽസ് ഈസ് നെസസറി ടു പ്രൊഡ്യൂസ് സർട്ടൺ ഡിസൈഡ് പ്രോപ്പർട്ടീസ് ടു മേക്ക് അപ്പിയറൻസ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ടു പ്രൊഡ്യൂസ് സർട്ടൺ ഡിസൈഡ് പ്രോപ്പർട്ടീസ് ആണ്. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് സർഫസ് ഹാർഡനിങ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ സർഫസ് ഹാർഡനിങ് പ്രോസസ്സിനെ പറയുന്ന പേര് പാക്ക് കാർബറൈസിംഗ് എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹോട്ട് സ്റ്റീൽ കൂൾഡ് റാപ്പിഡ്ലി ടു ഫോം ന്യൂ സ്ട്രക്ചർ. അപ്പോൾ ഒരു ഹോട്ട് സ്റ്റീൽ റാപ്പിഡ്ലി കൂൾ ചെയ്യാൻ നേരത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചർ ഏതാണ്? ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഫെറൈറ്റ്, ഓപ്ഷൻ ബി ഓസ്നൈറ്റ്, ഓപ്ഷൻ സി മാർട്ടൻസൈറ്റ്, ഓപ്ഷൻ ഡി പേർലൈറ്റ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനലിംഗ്. അനലിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു സോഫ്റ്റൻ ദ സ്റ്റീൽ. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് പ്രോസസ് യൂസ്ഡ് ടു റിമൂവ് ബ്രിട്ടിൽനെസ്, ഇൻഡ്യൂസ് ടഫ്നെസ് ആൻഡ് ഷോക്ക് റെസിസ്റ്റൻസ്. അപ്പോൾ ബ്രിട്ടിൽനെസ്സും റിമൂവ് ചെയ്യുകയും ടഫ്നെസ് ഇൻഡ്യൂസ് ചെയ്യുകയും ഷോക്ക് റെസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അനലിംഗ് ആണോ, ഹാർഡനിങ് ആണോ, ടെമ്പറിംഗ് ആണോ, നോർമലൈസിംഗ് ആണോ? നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ആൻസർ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും മെക്ഫിറ്റിൽ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഫോർ റീഹീറ്റിംഗ് ദ ഹാർഡൻഡ് സ്റ്റീൽ ടു എ ടെമ്പറേച്ചർ ബിലോ 400 ഡിഗ്രി സെൽഷ്യസ് ഫോളോഡ് ബൈ കൂളിംഗ്. ഓപ്ഷൻ എന്ന് പറയുന്നത് അനലിംഗ്, ഹാർഡനിങ്, ടെമ്പറിംഗ് ആൻഡ് നോർമലൈസിങ്. ഓക്കെ, ഇതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ 26. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു 101 + 26 ക്വസ്റ്റ്യൻ, അതായത് 127 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് ഇതിനപ്പുറം ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പം ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സെഷൻ അവൈലബിൾ ആണ്, അതും കൂടെ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്തിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണുക. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ.
താങ്ക്സ് ഫോർ വാച്ചിങ്.